നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഞാൻ ഇന്നിവിടെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു ബോട്ടിൽ ആർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. ബോട്ടിൽ ആർട്ട് നമുക്ക് ഒരു സെൻറ്റർ പീസ് പോലെയൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ഡെക്കറേറ്റീവ് ആയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് മണൽ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് ഞാനൊരു കുഞ്ഞു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഹോട്ട് സോസിൻ്റെ ഒരു ചെറിയ ബോട്ടിലുണ്ടായിരുന്നു, അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയിലുള്ള ഒരു ബോട്ടിലാണ്, കുറച്ച് ചെറുതുമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ചെയ്ത് എടുക്കാൻ പറ്റി. അപ്പോൾ അതിന് ഒരു പാത്രത്തിൽ കുറച്ച് മണലെടുത്തു. മണൽ ഞാനൊന്ന് അരിച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ അതിൽ കല്ലൊക്കെ ഉണ്ടാവില്ലേ, ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഒരു കവറിൽ വാരിയിട്ട് അരിച്ചെടുത്തിരുന്നു. എന്നിട്ട് അതിനാണ് ഞാൻ കളർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറേശ്ശെ മണൽ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലാക്കിയിട്ട് അത് കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടത് ഇതേപോലെ അരിച്ചെടുത്തിട്ട് നല്ല അതിലുള്ള പൊടികളും കല്ലും ഒക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഇതിൽ ഉജാല കൊടുത്തു. ഉജാലയുടെ കളർ നല്ല ഭംഗിയല്ലേ, അപ്പം അങ്ങനെ ഒരു കളർ കൊടുത്തു. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് പിന്നെ ആവശ്യത്തിന് പിന്നെയും ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ, അല്ലെങ്കിൽ മണലിൻ്റെ കളറ് വേറെ ആയിട്ട് നിൽക്കും, മണലും ഇങ്ങനെ നിൽക്കും. എന്നിട്ട് അതൊന്ന് ഉണങ്ങാൻ വെക്കണം, ഒരു ദിവസമൊക്കെ വെക്കണം. ഇതേപോലെ ഞാൻ വേറെ കുറേ കളറുകൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ, അതിലിങ്ങനെ കട്ട നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കളർ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ കട്ടകൾ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ബോട്ടിൽ നിറയ്ക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല, കാണാനും നല്ല ഭംഗിയുണ്ടാവും. ഇതിൽ ഞാൻ ഫുഡ് കളറും യൂസ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഫാബ്രിക് കളറും യൂസ് ചെയ്തിട്ടുണ്ട്. പച്ച കളറൊക്കെ ഞാൻ ഫുഡ് കളർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന മണലാണ്, അത് നമ്മുടെ അകത്തേക്ക് കൊണ്ടുവരാൻ കുറച്ച് കളറൊക്കെ ചെയ്ത് നല്ല ഭംഗിയാണ്. അപ്പം ഞാൻ ഇത് ഒരു ദിവസം ഞാൻ വെച്ചു കിട്ടും. എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം ഞാൻ അരിച്ചെടുത്തതാണിത്. എന്നിട്ട് ഈ ബോട്ടിൽ കഴുകിയിട്ട് അതിൽ തീരെ വെള്ളമൊന്നുമില്ലാതെ നല്ല പോലെ ഒരു കുഞ്ഞു സ്പൂൺ എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ഫണൽ പോലെ പേപ്പർ കൊണ്ട് നമ്മൾ കടലൊക്കെ പൊതി ഉണ്ടാക്കില്ലേ, അതേപോലെ ഒരു ഫണൽ പോലെ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് നമുക്കിതിൽ ഈ സ്പൂണ് വെച്ചിട്ട് നമുക്ക് ഇത് ഓരോരോ കളറുകളായിട്ട് ഇതിൽ കോരി നിറച്ച് കൊടുക്കുക. അത് നിറച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം ഇടുമ്പോൾ കുഴപ്പമില്ലാതെ എങ്ങനെ വേണമെങ്കിലും നമുക്കിടാം. ഇട്ടിട്ട് നമ്മളൊന്ന് തട്ടി കൊടുത്താൽ മതി. നമുക്കൊന്ന് ബോട്ടിൽ നിറയ്ക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് തട്ടില്ലേ, അതേപോലെ ഒന്ന് തട്ടി അതൊന്ന് ലെവലാക്കിയിട്ട് എടുക്കുക. ഇതേപോലെ ഒരു ഫണൽ വെച്ചിട്ട് തന്നെ ചെയ്യണം, അപ്പോഴാണ് അത് കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ അതേപോലെ ഒന്ന് തട്ടി അതൊന്ന് ലെവലാക്കിയിട്ട് എടുക്കുക. പിന്നെ അടുത്തത് ചെയ്യുമ്പോൾ തൊട്ട് നമ്മൾ കുറേശ്ശെ മണലിട്ടിട്ട് ഈ ഫണൽ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം. ഇങ്ങനെ എന്താ പറയുക, ഒരേ ഭാഗത്തേക്ക് തന്നെ ഇടാതെ ഫണൽ ഇങ്ങനെ ചെറുതാക്കി ചെരിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കതിൻ്റെ ഒരു ഏകദേശം അളവ് കണക്കാക്കിയിട്ട് അങ്ങനെ അടുത്ത കളറും അതേപോലെ ചെറുതായിട്ട് ചുറ്റിച്ച് കൊടുക്കുക. ഫണലിങ്ങനെ മെല്ലെ ഒന്ന് ചെരിച്ച് കൊടുക്കുക. അപ്പോഴാണ് ഈ സൈഡിലേക്കൊക്കെ വരുള്ളൂ, ഒരേ അളവിലും നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ നടുക്കിൽ മാത്രം ചിലപ്പോൾ ഇങ്ങനെ കൂടി നിൽക്കും. അപ്പം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാനും പറ്റില്ല, കാരണം ഇളക്കി കൊടുക്കുമ്പോൾ മറ്റേ കളറുമായിട്ട് അത് മിക്സായി പോവുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ഈ ഫണൽ പോലെ നമ്മൾ ഫണലാക്കി വെച്ചിട്ടില്ലേ, അതിങ്ങനെ ചെറുതാക്കി ഇതാക്കി കൊടുക്കുക. എന്നിട്ട് മുകളിൽ വരെ നമ്മൾ ഓരോ കളർ നമ്മളെ ഇഷ്ടത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് അതിങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു പേപ്പർ കൊണ്ട് റോളാക്കിയിട്ട് നമ്മൾ സ്റ്റിക്കൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ ഉണ്ടാക്കിയൊരു സ്റ്റിക്ക് വെച്ചിട്ടാണ് ഇങ്ങനെ അമർത്തി കൊടുത്തത്. നന്നായിട്ട് മുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് അമർത്തി കൊടുക്കണം, കാരണം ഗ്യാപ്പുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് ഇളക്കുമ്പോഴേക്കും ഈ കളറുകളൊക്കെ മിക്സായി പോകും. അപ്പോൾ അതുകൊണ്ട് മുകളിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് പിന്നെയും ഇട്ട് അത് നിറയെ തന്നെ നമ്മൾ ഈ കളർ ചെയ്തിട്ടുള്ള മണലിട്ട് കൊടുക്കണം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇത് ടീപ്പോയുടെ നടുക്കിൽ അതേപോലെ ഡൈനിങ് ടേബിളിൻ്റെ നടുക്കിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ്. ഷോക്കേസിൽ വെച്ചാലും നല്ല രസമാണ്. സിമ്പിളായിട്ട് ചെയ്യാം, പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. നമ്മളെ മുറ്റത്തുള്ള മണലാണ്. അതേപോലെ നമ്മുടെ കയ്യിലുണ്ടാകും, കളറാണെങ്കിലും ഫുഡ് കളർ ഉണ്ടാകും, അത് കുട്ടികളുടെയൊക്കെ ഫാബ്രിക് കളറും
ആക്രി കളറും ഒക്കെ ഉണ്ടാവും, അതൊക്കെ വെച്ചിട്ട് ചെയ്യാം. എളുപ്പത്തിലല്ലേ. ഈ ബോട്ടിൽ ആർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.